ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 17ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഷെക്കന കുടുംബത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ അമ്മ മാതാവിനോട് ഒരു ദൈവ പൈതൽ ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള, പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മുഴുവനും കൃപകൾ സമ്പാദിക്കാനുള്ള, അമ്മയുടെ ആന്തരിക ജീവിതം മുഴുവനും സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അനേകർക്ക് ആശ്വാസം കിട്ടുന്ന, അനേകരുടെ ആത്മരക്ഷ സമ്പാദിക്കാൻ പറ്റുന്ന, അനേകരുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടുന്ന, അനേകരെ രക്ഷിക്കുന്ന ഒരു ശക്തമായ ശുശ്രൂഷയാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷ. അനേക ദൈവമക്കൾ ഇതിൽ പങ്കുചേർന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയോട് ഒത്തിരി അടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അമ്മയുടെ ഹൃദയത്തിലെ കൃപകൾ മുഴുവനും സമ്പാദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അനേകര് ഈ നാളുകളിലെല്ലാം പുണ്യങ്ങൾ ഒത്തിരിയേറെ സമ്പാദിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക്, അമ്മയുടെ ഹൃദയത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ചേർന്നിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം പരിശുദ്ധി അമ്മയിലൂടെ വലിയ കൃപകൾ നമ്മുടെ കുടുംബത്തിൽ, സഭയിലൊക്കെ കടന്നു വരുവാൻ, വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ 2ാം വരവിന് വേണ്ടി ലോകം മുഴുവനും, സഭ മുഴുവനും, കുടുംബം, വ്യക്തികൾ ഒരുങ്ങാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് സകല മേഖലയിലും ശുദ്ധീകരണം വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ബുദ്ധിയുടെ തലം വിശുദ്ധീകരിക്കപ്പെടണം. നാവിലൂടെ കടന്നു വന്ന കെട്ടുകൾ അഴിഞ്ഞ് നാവ് വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ മേഖലകൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെടണം. അമ്മയിലൂടെ കടന്നു വന്ന, ഇല്ലെങ്കിൽ തലമുറകളിലൂടെ കടന്നു വന്ന, പുക്കൾക്കുടിയിലൂടെ കടന്നു വന്ന സകല കെട്ടുകളും, തന്മയുടെ കെട്ടുകൾ അഴിയണം. നമ്മുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിനാൽ നമ്മളെല്ലാവരും വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരം കുപ്പിപ്പിടിച്ച് ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആഗ്രഹത്തോടെ, ഏറ്റവും എളിമയോടെ ഈ ശുശ്രൂഷയിൽ ആദ്യ അവസാനം വരെ നമുക്ക് പങ്കുചേരണം. എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ടവരെ കരം കുപ്പിപ്പിടിച്ച് വലത് കരം ഉപയോഗിച്ച് നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നീലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പ്രാർത്ഥിക്കാം. സർവേശ്വരമാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് വലിയൊരു നിറവ് വേണം മക്കളെ. പരിശുദ്ധാത്മാവ് ഓരോ കാര്യവും പഠിപ്പിക്കുന്നത്. ആത്മാവിന്റെ സഹായമില്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഗ്രഹിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല.
നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടേ? നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, സ്വർഗീയ കൃപകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, വലിയൊരു അഭിഷേകം എന്നിലേക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒന്ന് ചേർന്ന് ഉറക്കെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ, പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. തൂമഞ്ഞ് പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ, പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ, ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയാൽ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയാൽ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. പരിശുദ്ധാത്മാവേ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കുമോ? പരിശുദ്ധാത്മാവേ ഈ നിമിഷം ഈ മക്കളിലേക്ക് വരണമേ, ഈ മക്കളെ ഒന്ന് ശക്തിപ്പെടുത്തണമേ, സകല ദൈവമക്കളെ ഏറ്റെടുക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളുടെ ഹൃദയത്തെ ഏറ്റെടുക്കണമേ, ചിന്തകളെ ഏറ്റെടുക്കണമേ, വിചാരങ്ങളെ ഏറ്റെടുക്കണമേ, ചിന്താഗതികളെ ഏറ്റെടുക്കണമേ, അവരുടെ മനസ്സിന്റെ കെട്ടുകൾ അഴിക്കണമേ. ശുശ്രൂഷയുടെ മേലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങള്, അന്ധകാരശക്തിയുടെ കെട്ടുകള് ഈ നിമിഷം അഴിഞ്ഞു മാറാൻ പ്രാർത്ഥിക്കുന്നു. ശക്തമായൊരു അഭിഷേകം നിറയട്ടെ, ശക്തമായൊരു കൃപ നിറയട്ടെ, വലിയ വിടുതലുണ്ടാകട്ടെ, വലിയ ശക്തിയെ ആവിരിക്കട്ടെ. മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ. കൃപയായി വരണേ, പറന്നിറങ്ങണമേ.
നിമിഷം കണ്ണടയ്ക്കാം. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ രണ്ട് കരവും നീട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ആ അമ്മയുടെ കരത്തിൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് ചേർന്ന് നിന്നേ. നീ അമ്മയുടെ അടുത്ത് നിന്നാ മതി. അമ്മ നിന്നെ ചേർത്ത് പിടിക്കും. അമ്മ നിന്നെ ചേർത്ത് പിടിക്കും. ഒരു കുഞ്ഞിനെ പോലെ നിന്നെ എടുത്തുയർത്തും. നിന്നെ അനുഗ്രഹിക്കും. മക്കളെ, ഒരു നിമിഷം അമ്മയോട് ചേർന്ന് നിൽക്കാം. അമ്മേ, ഞാൻ ഒത്തിരി വലിയ പാപിയാ. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അമ്മയോട് ഒത്തിരി ചേരാൻ, ഒത്തിരി കൊതിയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ലോകത്തിന്റെ മോഹവലയങ്ങൾ എന്നെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുക. അമ്മേ, അമ്മ എന്നോടൊന്ന് ചേരാൻ, അമ്മ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ. അമ്മേ, ഒരു നിമിഷം മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവായിരുന്നു അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത എൻ്റെ പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, നിത്യപിതാവിന്റെ പുത്ര, നിങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തം ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ അഭിഭാഷയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തേക്ക് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഒരു നിമിഷം പരിപൂർണമായിട്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞ മക്കളെ, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷ്ഠാ പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവരുടെ എല്ലാ കഴിവുകളോടും കൂടെ അങ്ങേ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ. ശാന്തരായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയുടെ 17ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധി അമ്മയെക്കുറിച്ച് കാണാൻ ഉദ്ദേശിക്കുന്ന മേഖല യുഗാന്ത്യ സഭയുടെ നേതൃത്വം പരിശുദ്ധ അമ്മ മാതാവ് ഏറ്റെടുക്കും എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലൂടെയൊക്കെ പങ്കുചേരുന്നുണ്ടായിരുന്നെങ്കിൽ കാണാൻ പറ്റും, ഈശോയുടെ 2ാം വരവിന് വേണ്ടി എന്തൊക്കെയാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടേ, ആ 2ാം വരവിനായിട്ട് പരിശുദ്ധി അമ്മയെ എങ്ങനെയൊക്കെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് കൂടുതൽ ആഴത്തിൽ യുഗാന്ത്യ സഭയിൽ പരിശുദ്ധി അമ്മ എങ്ങനെയാണ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് നയിക്കുന്നത് എന്നതിനെ കുറിച്ച്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് പരിശുദ്ധി അമ്മ ആദ്യ സഭയുടെ നേതൃത്വം ഏറ്റെടുത്ത്. നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധി അമ്മ ആദ്യ സഭയുടെ നേതൃത്വം ഏറ്റെടുത്ത് നയിച്ച വ്യക്തിയ എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണത്തോടുകൂടി തൻ്റെ ശിഷ്യന്മാർ മുഴുവനും ഈശോയെ വിട്ടിട്ട്
പോകുകയും അവർ ഓരോ ജോലികളിൽ ഏർപ്പെട്ട സമയത്ത് പരിശുദ്ധി അമ്മ മാതാവ് അവരെ മുഴുവനും തിരിച്ചു വിളിച്ചു കൂട്ടുക. അതിനുശേഷം പരിശുദ്ധി അമ്മ മാതാവ് ആ മക്കളെ മുഴുവനും പ്രാർത്ഥിച്ചു ഒരുക്കുക. അതിലൂടെ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് സഭയ്ക്ക് ജന്മം കൊടുക്കുന്നു. സഭ രൂപപ്പെടുക എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ മാതാവാണ് ആദ്യ സഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. ആദ്യ സഭയെ ജനിപ്പിക്കാനായിട്ട് പങ്കുവെച്ച വ്യക്തി പരിശുദ്ധ അമ്മ മാതാവാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് പരിശുദ്ധി അമ്മ സഹായിച്ചതുപോലെ തന്നെ സഭയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി അമ്മയാണ് ഏറ്റവും കൂടുതൽ സഹകരിച്ചതും സഹായിച്ചതും പങ്കുവെച്ചതും. ഇനി നമ്മൾ മനസ്സിലാക്കണം, യുഗാന്ത്യ കാലഘട്ടം, അവസാന കാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയെ നയിക്കുന്നതും ഈ പരിശുദ്ധി അമ്മയാ. അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ. അമ്മ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ അമ്മ മാതാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുക, സഭയെ വളർത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനി യുഗാന്ത്യ കാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയെ നയിക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മ മാതാവാ. അതുകൊണ്ടാണ് ഈ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റും, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുക. ഈ പ്രത്യക്ഷപ്പെട്ട ഓരോ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മ ലോകത്തിലെ സഭയെ മുഴുവനും ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് യുഗാന്ത്യ സഭയിൽ പരിശുദ്ധി അമ്മ നയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ 5 കാര്യങ്ങളാണ് അമ്മ കൊണ്ടുവരുന്നത്. ഒന്ന്, പരിശുദ്ധി അമ്മ മഹത്വപൂർണയായിട്ട് യുഗാന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് വെളിപ്പെടാനായിട്ട് തുടങ്ങും. 2, ഈശോയുടെ 2ാം വരവിന് മുമ്പ് ഈ പരിശുദ്ധി അമ്മ മുന്നോടിയായിട്ട് വരാൻ തുടങ്ങും. 3, ഈ പരിശുദ്ധി അമ്മ ഈ 2ാം വരവിന്റെ യുഗാന്ത്യ സഭയെ മുഴുവനും ഒരുക്കാൻ തുടങ്ങും. 4, മഹാവിശുദ്ധരെ പരിശുദ്ധി അമ്മ രൂപപ്പെടുത്താൻ തുടങ്ങും. 5, കാലാന്തരത്തിന്റെ അല്ലെങ്കിൽ കാലസമ്പൂർണതയുടെ അടയാളമായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് അവസാന കാലഘട്ടത്തിൽ മാറും. പ്രിയപ്പെട്ടവരെ, ഈ 5 കാര്യങ്ങളാണ് അന്ത്യകാലഘട്ടത്തിന് മുമ്പ്, ഈശോയുടെ 2ാം വരവിന് മുമ്പ് സഭയിൽ, യുഗാന്ത്യ സഭയിൽ അമ്മ ചെയ്യാൻ പോകുന്ന, അമ്മ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ടവർ, ഈ 5 കാര്യങ്ങൾ കാണുമ്പോൾ ഒരു കത്തോലിക്ക ദൈവ പൈതൽ ചിന്തിക്കേണ്ട കാര്യം ഇതാ 2ാം വരവിന്റെ സമയം അടുത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധി അമ്മ മാതാവ് മഹത്വപൂർണയായിട്ട് വെളിപ്പെടും. എപ്പോഴാ? ഈശോയുടെ 2ാം വരവിന് മുമ്പ്. നമ്മൾ അമ്മയുടെ ജീവിതം മുഴുവൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടു, പരിശുദ്ധി അമ്മ മാതാവ് ഒരിക്കലും ലോകത്ത് ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നോക്കാത്ത വ്യക്തിയാ ജീവിച്ചിരുന്നപ്പോൾ. അത്ഭുതം കാണിച്ചുകൊണ്ടോ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടോ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നോക്കിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ജനത്തെ മുഴുവനും തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കിയിട്ടില്ല. ഈ കാണുന്ന പുത്രന്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഏതെങ്കിലും സ്വാധീനമെടുക്കാനായിട്ട് നോക്കിയിട്ടില്ല. എപ്പോഴും പരിശുദ്ധി അമ്മയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, മറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാ, ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാ, പുറത്തേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു സ്ത്രീയാ, ശാന്തതയിലും ദാരിദ്ര്യത്തിലും മുഴുകിക്കൊണ്ട് ദൈവത്തെ മാത്രം ധ്യാനിച്ച് ചിന്തിച്ച് മറഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ് പരിശുദ്ധി അമ്മ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടമാകുമ്പോൾ ഈ മറഞ്ഞിരുന്ന അമ്മ പുറത്ത് വെളിപ്പെടാൻ, മഹത്വപൂർണയായിട്ട് വെളിപ്പെടാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പരിശുദ്ധി അമ്മ അവസാന കാലഘട്ടത്തിൽ മഹത്വപൂർണയായിട്ട് വെളിപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിലാക്കിക്കോണം, ഇതാ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഈ പരിശുദ്ധി അമ്മയുടെ മകനായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് അടുത്തു എന്നുള്ള സത്യം പ്രഘോഷിക്കുന്നതാണ്. അതിനു മുമ്പ് പരിശുദ്ധി അമ്മ മഹത്വപൂർണയായിട്ട് വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിഞ്ഞ് ഈ യുഗാന്ത്യ സഭയെ മുഴുവനും ഒരുക്കുന്ന വ്യക്തിയാര പരിശുദ്ധി അമ്മയാ. ഈ പരിശുദ്ധി അമ്മ ചെയ്യുന്ന കാര്യം എന്താ? യുഗാന്ത്യ സഭയിൽ മഹത്വപൂർണയായിട്ട് വെളിപ്പെടുമ്പോൾ അത് ദൈവമക്കൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനും വിശ്വസിക്കാനും പറ്റണം. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പ്രിയപ്പെട്ടവരെ, ഈ മഹത്വപൂർണയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതിൻ്റെ തെളിവാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മ ലോകം മുഴുവനും പല സ്ഥലങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്.
രണ്ടാമത്തെ ഒരു തെളിവാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയോടുള്ള പ്രാർത്ഥന, പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി, ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. എന്താ ഈ കാലഘട്ടം നോക്കിക്കേ, അനേക ദൈവമക്കളല്ലേ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയേക്കണേ. പണ്ടത്തെക്കാളും കൂടുതൽ അനേകം മക്കൾ ജപമാല ഭക്തി വളർത്താൻ തുടങ്ങിയേക്കണു. അനേകം മക്കൾ അഖണ്ഡ ജപമാലയിൽ പങ്കുചേരാൻ തുടങ്ങിയേക്കണു. അനേകം മക്കൾ പരിശുദ്ധി അമ്മയെ ആശ്രയിക്കാൻ തുടങ്ങിയേക്കണു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകളും പ്രബോധനങ്ങളും ആഴത്തിൽ ദൈവമക്കൾക്ക് മനസ്സിലാക്കാനുള്ള വേദികൾ ഒരുക്കപ്പെടുന്നു. പരിശുദ്ധി അമ്മയുടെ തിരുനാളുകൾ ഏറ്റവും ആഘോഷപൂർവ്വം ഓരോ ദേവാലയങ്ങളിൽ കൊണ്ടാടുന്നു എന്ന് വെച്ചാൽ, ഒരു സൈഡിൽ പരിശുദ്ധി അമ്മയുടെ പ്രതിഷ്ഠീകരണം, മറു സൈഡിൽ പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി വർദ്ധിക്കുന്നു. ഇത് പരിശുദ്ധി അമ്മ മാതാവ് മഹത്വപൂർണയായി വെളിപ്പെടാൻ തുടങ്ങി എന്നതിൻ്റെ ആരംഭമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ ഉന്നത ശക്തിയോടുകൂടി, ഉന്നത മഹത്വത്തോടുകൂടി അവസാന കാലഘട്ടത്തിൽ വരുന്നേ. ഇത് ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ്, അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, എല്ലാ ജനതകളും അതിലേക്കൊഴുകും. എന്ന് വെച്ചാൽ എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധി അമ്മ മാതാവ് മറ്റെല്ലാ വിശുദ്ധരെക്കാൾ പ്രശോഭിതയായിട്ട് അവൾ ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് ഉയർന്നു നിൽക്കും. അവളിലേക്ക് സകല മക്കളും ഒഴുകാനായിട്ട് എത്തിച്ചേരാനായിട്ട് തുടങ്ങും. ഇത് അവസാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ലോകത്ത് മുഴുവനും അറിയപ്പെടും. അമ്മയിലേക്ക് ദൈവമക്കൾ അടുക്കാൻ തുടങ്ങും, അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും, അമ്മയുടെ വെളിപ്പെടുത്തലുകൾ അംഗീകരിക്കാനായിട്ട് അവസാന കാലഘട്ടത്തിൽ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, ഇതെന്തിൻ്റെ ലക്ഷണമാണ്? അവസാന കാലഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവ് മഹത്വപൂർണയായി വെളിപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ ഡെമേഷ്യൻ പറയുന്ന കാര്യമുണ്ട്, ദൈവം തൻ്റെ വാസസ്ഥലമാകാൻ തെരഞ്ഞെടുത്ത ഇഷ്ടപ്പെട്ട പർവ്വതമാണ് പരിശുദ്ധ കന്യകാമറിയം. ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊരു വലിയ ലക്ഷണമായിട്ട് കണ്ടോണം. ഈശോയുടെ വരവിന് മുമ്പ് ഇത്രയും നാളും മറഞ്ഞിരുന്ന പരിശുദ്ധി അമ്മ ലോകത്ത് മഹത്വപൂർണയായി വെളിപ്പെടും. ഇത് കാണുമ്പോൾ എന്ത് ചെയ്തോണം? ഒരുങ്ങിക്കോണം. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ മക്കളെ? പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധി അമ്മയുടെ മഹത്വപൂർണമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ അടയാളം, ഈശോയുടെ 2-ാം വരവിന് മുമ്പ് പരിശുദ്ധ അമ്മ മാതാവ് മുന്നോടിയായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആദ്യ വരവിന് മുമ്പ് പരിശുദ്ധി അമ്മ മുന്നോടിയായിട്ട് വന്നു. ഈ അമ്മ തന്നെ ഈശോയുടെ 2-ാം വരവിന് മുമ്പും മുന്നോടിയായിട്ട് വരും. നമുക്കറിയാം, ഉദിച്ചുയരുന്ന സൂര്യനും ഉഷകാല നക്ഷത്രവും. സൂര്യനും ഉദിക്കുന്നതിന് മുമ്പാണ് പ്രിയപ്പെട്ടവരെ നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. എന്തിനാണ് ഈ ഉഷകാല നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത്? സൂര്യന്റെ വരവറിയിക്കാനാണ് ആകാശത്ത് ഉഷകാല നക്ഷത്രം വരുന്നത്. ഇവിടെ നീതി സൂര്യൻ ആരാ? ഈശോ. ഉഷകാല നക്ഷത്രമാരാ? പരിശുദ്ധി അമ്മ. അപ്പോൾ ഈ അമ്മയുടെ ദൗത്യം എന്താ? നീതി സൂര്യനായ ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഉഷകാല നക്ഷത്രമായ പരിശുദ്ധി അമ്മ ഈ ഭൂമിയിൽ വന്ന് ദൈവമക്കളെ ഒരുക്കുക. ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ, ആദ്യ സഭയില്. പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ ആദ്യ വരവിന് ഇതായിരുന്നെങ്കിൽ 2-ാമത്തെ വരവിന് മുമ്പും ഇത് തന്നെയാ. എന്ന് വെച്ചാൽ ഈ നീതിസൂര്യനായ ഈശോ 2-ാമത് വരുന്നതിന് മുമ്പ് ഉഷകാല നക്ഷത്രമായ പരിശുദ്ധി അമ്മ മാതാവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, അവൾ എല്ലാവരാലും അറിയപ്പെടാനായിട്ട് തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മറിയത്തിന്റെ ഉദയം മിശിഹായുടെ ഉദയത്തിന് മുമ്പാ. നീതിസൂര്യനായ ഈശോ, രക്ഷകനായ ഈശോ
ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ രക്ഷകനെയും ഈ നീതിസൂര്യനെയും പ്രിയപ്പെട്ടവരെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ അമലോത്ഭവയായിട്ട് ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കേ, ഈശോയുടെ ആദ്യ വരവിന് ഒരു മാർഗം ആവശ്യമായിരുന്നു ഈ ഭൂമിയിലേക്ക് വരാൻ. ആ മാർഗം ആരാ? പരിശുദ്ധി അമ്മ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രണ്ടാമത്തെ വരവിനും ഒരു മാർഗം ആവശ്യമാണ്. ഈ മാർഗം ആര് തന്നെയായിരിക്കും? പരിശുദ്ധി അമ്മ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ, സ്നേഹസ്വരൂപനായ ഈശോ മഹത്വത്തോടു കൂടി ഭൂമിയെ വിധിക്കാൻ വീണ്ടും വരുമ്പോൾ മറിയമാകുന്ന മാർഗമേ തെരഞ്ഞെടുക്കൂ എന്ന വിശുദ്ധര് വെളിപ്പെടുത്തിയേക്കണേ. ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിൽ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ആദ്യത്തെ വരവിന്റെ പ്രശ്നം എന്തായിരുന്നു? രഹസ്യമായിരുന്നു, നിഗൂഢമായിരുന്നു. രണ്ടാമത്തെ വരവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണോ പ്രിയപ്പെട്ടവരെ? അത് എല്ലാവരും അറിയിച്ചുകൊണ്ടാ. എന്ന് വെച്ചാൽ അത് മഹത്വപൂർണമാണ്, ഉജ്ജ്വല പ്രഭയോടെ ആയിരിക്കും ഈശോയുടെ രണ്ടാം വരവ്. അതിനു വേണ്ടി അമ്മ മാതാവ് സകല മക്കളെയും ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റക്കാര്യം മനസ്സിലാക്കിക്കോണം, ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് പരിശുദ്ധി അമ്മ മഹത്വപൂർണമായിട്ട് വെളിപ്പെടും. ആ അമ്മ എല്ലാവരും അറിയാൻ, അമ്മയെ എല്ലാവരും അറിയാൻ തുടങ്ങും. ഇങ്ങനെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്തോണം? ദാ മകന്റെ വരവ് അടുത്തു എന്ന് ക്രൈസ്തവര് തിരിച്ചറിഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യ സഭയെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയായിരിക്കും. നമുക്കറിയാം, ഈശോയുടെ വരവിന് മുമ്പ് സഭയെ ആത്മീയമായിട്ടൊരുക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാ. പക്ഷേ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാ. പക്ഷെ യുഗാന്ത്യ സഭയെ ഒരുക്കിയെടുക്കുന്നത് പരിശുദ്ധ അമ്മയാ. ഇത് മനസ്സിലാക്കണം. കാനായിലേക്ക് പോയിക്കേ. കാനായിലെ കുറവ് കണ്ടെത്തിയതും ആ കുറവ് മകനോട് പോയി പറഞ്ഞതും ആ കുറവിനെ കുറിച്ചുള്ള പരിഹാരത്തിനായിട്ട് പരിചാരകരെ അറിയിച്ചതും പരിശുദ്ധ അമ്മയാ. യുഗാന്ത്യ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സഭ എങ്ങനെ പോകണം, സഭാമക്കൾ എന്ത് ചെയ്യണം, സഭാമക്കൾ എങ്ങനെ പ്രവർത്തിക്കണം, സഭാമക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ പരിശുദ്ധ അമ്മ മാതാവായിരിക്കും നൽകുക. എന്നാൽ ഈ അമ്മ മാതാവ് നൽകുന്ന വെളിപ്പെടുത്തൽ സ്വീകരിക്കാനും മനസ്സിലാക്കാനും വിശ്വസിക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനും പ്രവർത്തിക്കാനും പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ മക്കൾ റെഡിയായാൽ മാത്രമാണ് അവർക്ക് ഈശോയോട് കൂടെ രണ്ടാം വരവില് ഈശോയുടെ ഒപ്പമാകാൻ പറ്റൂ. ഈ അമ്മ മാതാവിനെ വിശ്വസിക്കാൻ, അമ്മ മാതാവ് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ, അത് അനുസരിക്കാൻ, അത് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ മക്കൾ അമ്മയോട് ചേരണമെന്നേ, അമ്മയുടെ അടുത്താകണമെന്നേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നിരിക്കണമെന്നേ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു സമൂഹത്തെ ഈ കാലഘട്ടത്തിൽ അമ്മ ഒരുക്കുന്നുണ്ട്. അമ്മ കലവറ പ്രമാണികളെ എടുത്തു പോയിട്ടല്ല പറഞ്ഞേ, മറിച്ച് പരിചാരകർ. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം ഒരു പരിചാരകരെ പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ ഒരുക്കുക. ആ ഒരുക്കപ്പെടുന്ന പരിചാരകരാണ് യഥാർത്ഥത്തിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കള്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി സമയം നമുക്കില്ല. നമുക്ക് ഈ അമ്മയെ മനസ്സിലാക്കണം. അമ്മ വെളിപ്പെടുത്തൽ നമുക്ക് മനസ്സിലാക്കണം. അമ്മയുടെ ആ സമയം ഒരുക്കപ്പെടുമ്പോൾ, അമ്മ ഒരുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പങ്കുചേരാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ അമ്മയെ മുറുകെ പിടിച്ചോണം. ഇപ്പൊ അമ്മയോടുള്ള ഭക്തി വർദ്ധിപ്പിച്ചോണം. ഇപ്പൊ അമ്മയിൽ നിന്ന് ഒരിക്കലും മക്കളെ അകന്നു പോയേക്കരുത്. അപകടം അത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഈശോയുടെ മരണത്തോടു കൂടി, കുരിശു മരണത്തോടു കൂടി സംഭവിച്ച കാര്യം എന്താ? തന്റെ എല്ലാ ശിഷ്യന്മാരും വിട്ടുപോകുക. എന്നാൽ ഈ അമ്മ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ മക്കളെ, അമ്മ എല്ലാവരും വിളിച്ചു കൂട്ടുക. എന്നിട്ട് അമ്മ ഒരുക്കുക. അമ്മ ഒരുക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ ആദ്യ സഭ രൂപപ്പെട്ടു. യുഗാന്ത സഭയിൽ അമ്മ ചെയ്യുന്ന കാര്യം എന്താ? യുഗാന്ത്യ സഭയിലെ മക്കളെ, തീർത്ഥാടക സഭയിലെ യുഗാന്ത്യ സഭയിലെയും മക്കളെ മുഴുവനും പരിശുദ്ധ അമ്മ മാതാവ് വിശുദ്ധീകരിച്ച് ഒരുക്കിക്കൊണ്ട് ഈ കാണുന്ന യുഗാന്ത്യ സഭയെ വിജയസഭയായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന കാര്യം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയാ. അപ്പൊ യുഗാന്ത്യ സഭയിൽ നിന്നും എനിക്ക് രൂപാന്തരം പ്രാപിച്ച് വിജയസഭയിൽ എത്തണമെങ്കിൽ മക്കളെ, അമ്മയോട് ചേരാതെ ഇത് പറ്റില്ല.
അതുകൊണ്ട് അച്ഛൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, നമുക്ക് ഈ അമ്മയോട് ചേർന്ന് ഇനിയുള്ള ജീവിതം അതാന്നേ. അമ്മയെ വിട്ടുപോയാൽ ഇനി അപകട മക്കളെ. കാരണം അമ്മയാണ് ഒരുക്കുന്നതെങ്കിൽ അമ്മയുടെ കൂടെ നടക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം രക്ഷണീയ കൃത്യം ആരംഭിച്ചെങ്കിൽ അത് പൂർത്തിയാകുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാ. സഭയുടെ ആരംഭം പരിശുദ്ധ മറിയത്തിലൂടെയാണെങ്കിൽ സഭ പൂർണ്ണതയിലേക്ക് പൂർണ്ണത പ്രാപിക്കുന്നതും പരിശുദ്ധ മറിയത്തിലൂടെ തന്നെയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലയോ 13 മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: അവൾ സത്യത്തിന്റെ സഭയുടെ അമ്മയാ. 2, സ്ലീഹന്മാരുടെ അധ്യാപികയും രാജ്ഞിയുമാ. എന്നിട്ട് പറയുവാണ്, അവൾ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഹൃദയ രഹസ്യങ്ങളുടെ വലിയൊരു ഭാഗം അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. ലയോ 13 മാർപ്പാപ്പ ഇപ്രകാരം ചേർത്ത് പറയുവാണ്, മറിയമേ നിനക്ക് സ്വസ്തി, കാരണം നിന്നിലൂടെയാണ് ഞങ്ങൾ സഭയുടെ അംഗങ്ങളായി, പ്രത്യേകിച്ച് പറയുവാണ്, ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലെ അംഗമായി തീരാൻ പറ്റിയത്. അതുകൊണ്ടാണ് വീണ്ടും ചേർത്ത് പറയുന്നു, മറിയം എല്ലാ കാര്യങ്ങളുടെയും ആരംഭമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മക്കളെ, പരിശുദ്ധ അമ്മയാണ് ഈ യുഗാന്തി സഭയെ ഒരുക്കുന്നത്. ആ ഒരുക്കുന്ന സമയത്ത് നമുക്കതിൽ പങ്കുചേരാനായിട്ട് പറ്റണമെങ്കിൽ, അമ്മ പറഞ്ഞു തരുമ്പോൾ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞ് അമ്മയോട് ചേരാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ അമ്മയുടെ കുഞ്ഞായിക്കോണം. കുഞ്ഞാകാനുള്ള എളുപ്പമാർഗമാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 4ാമത്തെ കാര്യം, പരിശുദ്ധി അമ്മ 4ാമതായി ചെയ്യുന്ന കാര്യം, അന്ത്യകാലത്ത് മഹാവിശുദ്ധരെ അമ്മ രൂപപ്പെടുത്തും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലഘട്ടം എന്ന് പറയുന്നത് തിന്മ ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടം, പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ പ്രവർത്തനത്തിന് എതിരായിട്ട് നിൽക്കാൻ, അവനെ മാറ്റിവിടാൻ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് തീഷ്ണതയുള്ള ശക്തി പ്രാപിച്ചിട്ടുള്ള അനേകം മഹാവിശുദ്ധരുണ്ടാക്കണം. ആ വിശുദ്ധരെ സൃഷ്ടിക്കുന്നത് ദൈവമാണ്, പക്ഷെ ആ വിശുദ്ധരെ ഒരുക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. തിരിച്ചറിയണം കാര്യം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മഹാവിശുദ്ധരെ ഒരുക്കുന്നത്, രൂപപ്പെടുത്തുന്നത്? അതിനാദ്യം പരിശുദ്ധ അമ്മ ചെയ്യുന്നത്, അങ്ങനെയുള്ളവർക്ക് ദൈവിക ജ്ഞാനം കൊടുക്കാൻ തുടങ്ങും. എന്തിനാ ദൈവിക ജ്ഞാനം? പ്രിയപ്പെട്ടവരെ, സാത്താന്റെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം. 2ാമത് കൊടുക്കുന്നതാണ് വിശുദ്ധി. എന്തിനാ? ഈ ലോകത്തിന്റെ മ്ലേച്ഛതയുടെ പാപത്തിന്റെ അകത്തിൽ പെടാതെ ആ പ്രലോഭനത്തിൽ നിന്നും വിജയം വരിക്കാനുള്ള ജീവിത വിശുദ്ധി കൊടുക്കും. 3ാമത് കൊടുക്കുന്ന കാര്യമാണ് ധൈര്യം കൊടുക്കും. എന്തിനാ പ്രിയപ്പെട്ടവരെ ധൈര്യം കൊടുക്കുന്നത്? ഈ അവസാന പീഡകളുടെ സമയത്ത്, ആ സമയത്തും യേശുവിന് സാക്ഷ്യം നൽകുവാൻ, സ്വന്തം ജീവിതം കൊടുക്കുവാൻ, ആ സമയത്തും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ധൈര്യം പരിശുദ്ധി അമ്മ കൊടുക്കും. 4ാമത് കൊടുക്കുന്ന കാര്യമാണ് ദൈവിക ചൈതന്യവും ദൈവിക കൃപയും കൊണ്ട് ആ മക്കളെ മുടിചൂടും. 5ാമത് കൊടുക്കുന്ന കാര്യമാണ് വലിയ സംരക്ഷണം ഈ മക്കൾക്ക് കൊടുക്കും. നോക്കിക്കേ, മഹാവിശുദ്ധരെ ദൈവം രൂപപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോൾ ആ വിശുദ്ധരെ ഒരുക്കുന്ന അമ്മയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അമ്മ കൊടുക്കുന്ന 5 കാര്യം ഇതാ. അപ്പോൾ നമുക്കും ഇതേപോലെ അവസാന കാലഘട്ടത്തിന്റെ ഒരു മഹാവിശുദ്ധനായി അല്ലെങ്കിൽ ഒരു വിശുദ്ധനായിട്ട് തീരണമെങ്കിൽ, വിശുദ്ധിയായിട്ട് തീരണമെങ്കിൽ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മ ഈ 5 കാര്യങ്ങൾ നമുക്ക് നൽകുന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പോടെ പറഞ്ഞേ ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ലെബനോനിലെ ദേവദാരു, ഇതിന്റെ പ്രത്യേകത എന്താ? മറ്റെല്ലാ വൃക്ഷത്തെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ഇതുപോലെ തന്നെയായിരിക്കും അവസാന കാലഘട്ടത്തിലെ വിശുദ്ധരെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ സഭയിലുണ്ടായ വിശുദ്ധരെ മറികടക്കുന്ന വിശുദ്ധിയുള്ളവരായിരിക്കും. അത്രമാത്രം ശക്തമായിരിക്കും അവരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. എസ്രായുടെ പുസ്തകം 4-ാമത്തെ 7-ാമത്തെ വചനം. ആ വചനപ്രകാരം പഠിപ്പിക്കുന്ന, ഒരു കരം കൊണ്ട് അവർ യുദ്ധം ചെയ്യുമ്പോൾ മറുകരം കൊണ്ട് അവർ പണിതുയർത്തും. മഹാവിശുദ്ധരുടെ പ്രത്യേകത എന്താ? ഒരു കരം കൊണ്ട് അവർ യുദ്ധം ചെയ്യുമ്പോൾ മറുകരം കൊണ്ട് അവർ പണിതുയർത്തും. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിലെ മഹാവിശുദ്ധര് പാഷാണ്ഡതയും പാഷാണ്ടികളെയും, ശീഷ്മയെയും ശീഷ്മക്കാരെയും, വിഗ്രഹത്തെയും വിഗ്രഹാരാധകരെയും, പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ പടുകുടി അല്ലെങ്കിൽ തിന്മയെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നവരെയും കീഴ്പ്പെടുത്തും ഒരു കൈകൊണ്ട്. മറു കൈകൊണ്ട് ദേവാലയവും
ദൈവത്തിന്റെ സഭയെയും പടുത്തുയർത്തും. ഇതാണ് അന്ത്യകാലഘട്ടത്തിലെ മഹാവിശുദ്ധർ ചെയ്യാൻ പോകുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് സ്ഥിരത നൽകാനായിട്ട് എപ്പോഴും പരിശുദ്ധി അമ്മ മാതാവ് ചൈതന്യവും കൃപയും കൊണ്ട് അവരെ നിറയ്ക്കും. നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധി അമ്മ മാതാവ് പരിശുദ്ധാത്മാവിനാല്, പരിശുദ്ധി അമ്മ മാതാവ് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട്, പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ന് വരെ രൂപപ്പെടാത്ത ഒരു കാര്യം, ഇനി ഒരിക്കലും ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു രൂപമുണ്ടാക്കി, ഒരു കാര്യമുണ്ടാക്കി. അതാണ് യഥാർത്ഥത്തിൽ ഈശോ. വീണ്ടും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ പരിശുദ്ധി അമ്മ രൂപം കൊടുത്ത ഒരു കാര്യമാണ് സഭ. പ്രിയപ്പെട്ടവർ, ഈ കാണുന്ന പരിശുദ്ധി അമ്മ ഏറ്റവും ഉത്കൃഷ്ടമായ, അത്യുജ്വലമായ, അത്ഭുതകരമായ, മഹോന്നതമായിട്ടുള്ള ഒരു കാര്യം അവസാന കാലഘട്ടത്തിൽ രൂപപ്പെടുത്തും. അതാണ് ഈ മഹാവിശുദ്ധര്. അവരെ സംബന്ധിച്ച് അവർ ഒരിക്കലും തകർന്നു പോകാത്ത രീതിയിൽ പരിശുദ്ധി അമ്മ അവർക്ക് സംരക്ഷണം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധി അമ്മ ഇപ്രകാരം ഈ കാണുന്ന വിശുദ്ധരെ രൂപപ്പെടുത്തുമ്പോൾ ഈ കാണുന്ന വിശുദ്ധരായിരിക്കും സഭയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിൽക്കുകയും തിന്മയ്ക്കെതിരെ ശക്തമായിട്ട് പോരാടുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ നമുക്കും വിശുദ്ധരാകണ്ടേ? ദൈവ പദ്ധതി നമുക്ക് നിറവേറ്റണ്ടേ? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാ പ്രിയപ്പെട്ടവരെ? ഇതിന് കൃപ വേണം. കൃപ എവിടെ നിന്നാ കിട്ടുന്നത്? അമ്മയിൽ നിന്നാ. പ്രിയപ്പെട്ടവർ, ഈ അമ്മയിൽ നിന്ന് കൃപ കിട്ടാനുള്ള വഴി എന്താ? അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക. അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ അമ്മ മാതാവ് ഒരുക്കി നമ്മളെയും വിശുദ്ധരാക്കും, നമ്മളെ മഹാവിശുദ്ധരാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയം കാലസമ്പൂർണതയുടെ അടയാളമായിട്ട് തീരും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വെച്ചാൽ കാലസമ്പൂർണ്ണ യാഥാർത്ഥ്യമായി തീർന്നത് പരിശുദ്ധി അമ്മയിലാണ്. ഈ കാലസമ്പൂർണത, അത് പൂർത്തീകരണം ഈ പരിശുദ്ധി അമ്മ എന്ന് പറയുന്ന ഉപകരണത്തിലൂടെ ആയിരിക്കും. കാലസമ്പൂർണതയുടെ ആരംഭം എന്താ പ്രിയപ്പെട്ടവരെ? നിത്യത സമയത്തിലേക്ക് ഇറങ്ങി വന്ന നിമിഷമാണ് കാലസമ്പൂർണതയുടെ ആരംഭം. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ മാതാവ് ദൂതന്റെ മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച സമയമാണ് കാലസമ്പൂർണതയുടെ ആരംഭം. ഈ കാലസമ്പൂർണയുടെ പൂർത്തീകരണം എന്താ പ്രിയപ്പെട്ടവരെ? സമയം നിത്യതയിലേക്ക് കയറുന്നതാണ് കാലസമ്പൂർണതയുടെ പൂർത്തീകരണം. അതാണ് യുഗാന്ത്യം. പ്രിയപ്പെട്ടവരെ, ഇതിനിടയിലുള്ള ഈ സമയമാണ് രക്ഷയുടെ സമയം. ഈ സമയത്താണ് ഓരോ കത്തോലിക്കനും ചെയ്യേണ്ട കാര്യം എന്താ? അമ്മയോട് ചേർന്ന്, ഈ അമ്മയിലൂടെ രൂപപ്പെട്ട, അമ്മയിലൂടെ തുടങ്ങിയ ഈ രക്ഷയുടെ സമയത്തിൽ പ്രിയപ്പെട്ടവരെ, ഓരോ കത്തോലിക്കനും അമ്മയോട് ചേർന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിത്യത സമയത്തിലേക്ക് കടക്കുന്നത് വഴി സമയം തന്നെ രക്ഷപ്പെട്ടു, സമയം ക്രിസ്തു രഹസ്യത്താൽ നിറയപ്പെട്ടു. ഇതിലൂടെ എന്നേക്കും രക്ഷയുടെ സമയമായി തീർന്ന നിമിഷമാണ് കാലസമ്പൂർണത. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി പ്രിയപ്പെട്ട ദൈവമക്കളെ, മറിയത്തിലൂടെ ആരംഭിച്ച രക്ഷയുടെ സമയം മറിയത്തിലൂടെ തന്നെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ നിത്യത മറിയത്തിലൂടെ സമയത്തിലേക്ക് ഇറങ്ങി വന്നു, സമയം മറിയത്തിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കും. ഇതാണ് കാലസമ്പൂർണതയുടെ ആരംഭവും പൂർത്തീകരണവും. ഇതിനിടയിലുള്ള സമയത്ത് എന്ത് ചെയ്തോണം? ഓരോ ദൈവമക്കളും ദൈവത്തെ ആരാധിക്കാൻ, അമ്മയോട് ചേർന്ന് രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കണം. രക്ഷപ്പെടാനുള്ള സമയമാണ് ഈ സമയം. നമ്മൾ വ്യർത്ഥമാക്കി കളയരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ആ സ്ത്രീ കാലസമ്പൂർണതയുടെ ആരംഭത്തിന്റെ സ്ത്രീയാ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഇത് കാലസമ്പൂർണതയുടെ പൂർത്തീകരണത്തിന്റെ സ്ത്രീയാ. പ്രിയപ്പെട്ടവർ, ഇതിന്റെ ഇടയിലുള്ള ഈ സമയത്ത് എന്ത് ചെയ്തോണം? ദൈവമക്കളെ ഒരുങ്ങിക്കോണം. കാരണം പരിശുദ്ധി അമ്മയാണ് ഈ ആരംഭത്തിന്റെയും ഈ പൂർത്തീകരണത്തിന്റെയും അടയാളമായിട്ട്, മാധ്യമമായിട്ട് നിൽക്കുക. ഇത് ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ ഫാത്തിമ ദർശനത്തിന്റെ അവസാനത്തെ ദിവസം.
ഒക്ടോബർ മാസം 1917 ഒക്ടോബർ 13 ഇതാ പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ 3 മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്താ സംഭവിച്ചേ? ഈ 3 മക്കൾക്ക് അന്ന് അവിടെ ഏകദേശം 60,000 മക്കൾ കൂടി നിൽപ്പുണ്ടായിരുന്നു അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണം കാണാനായിട്ട്. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റിയില്ല. ഈ 3 മക്കൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവർക്ക് സന്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് കൈ നീട്ടിയപ്പോൾ ഇതാ സൂര്യൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഈ കാണുന്ന സൂര്യൻ അവിടെ കിടന്ന് പ്രപഞ്ചത്തിൽ കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള മക്കൾക്ക് മുഴുവനും ഇത് കാണാനായിട്ട് പറ്റി. എന്ന് വെച്ചാൽ ദൈവം ആകാശത്തുറപ്പിച്ച സൂര്യനെ ഇതാ പരിശുദ്ധി അമ്മ മാതാവ് എടുത്ത് കളിപ്പാട്ടം പോലെ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ മക്കളെ, അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയ്ക്ക് അമ്മയുടെ ശക്തി എന്താണെന്ന് ലോകത്ത് വെളിപ്പെടുത്താൻ തുടങ്ങും. വിശുദ്ധ അന്തോണീസിലൂടെ ദൈവം ഇപ്രകാരമാണ് വെളിപ്പെടുത്തുക: ദൈവം സഭ മുഴുവനെയും നാദിയുടെ മധ്യസ്ഥയിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പകരം പരിശുദ്ധ മറിയത്തിന്റെ ഭരണത്തിന്റെ കീഴിലാക്കിയും ചെയ്തിരിക്കുന്നു. വെച്ചാൽ അവസാന കാലഘട്ടം പരിശുദ്ധി അമ്മ മാതാവിന്റെ ഒരു ഭരണം വരും. മാതാവ് വെളിപ്പെടുന്ന ഒരു സമയം വരും. അമ്മ മാതാവിനെ മുഴുവനും മക്കള് സ്വീകരിക്കുന്ന, വണങ്ങുന്ന ഒരു സമയം വരും. അതിന് ചെയ്യേണ്ട കാര്യം എന്താ? ഇപ്പോഴേ അമ്മയോട് ചേർന്നോണം. എന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ, ഈ കാര്യം തിരിച്ചറിയാൻ പറ്റൂ, എന്നാൽ അമ്മയോട് ഒന്നാകാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ല കാര്യമാണ് പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിനോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അമ്മ മാതാവ് നൽകുന്ന ചെറിയ ചെറിയ കൊച്ചു സന്ദേശങ്ങളുണ്ടല്ലോ മക്കളെ, അത് കേൾക്കാം. നമുക്ക് അത് നമ്മളോട് സംസാരിക്കുന്ന, അത് കേട്ട് അതനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്താം. അതിനുശേഷം നമുക്ക് പരിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഏതൊക്കെ പുണ്യമാണ് അഭ്യസിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് കിട്ടി നമുക്ക് രാത്രിയുടെ യാമങ്ങളിലേക്ക് പോകാം. അതിനുവേണ്ടി ഈ നിമിഷം അമ്മയുടെ സന്ദേശം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരുങ്ങാം. ഈശോ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണം ഇനിയും ആയിട്ടില്ല. എൻ്റെ മക്കളുടെ പ്രതികരണത്തെ അത് ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഉറപ്പായി പറയുന്നു, കാറ്റുപോലെ അത് വരും. എവിടെ നിന്നും അത് വരുന്നുവെന്ന് നിങ്ങൾ അറിയുകയില്ല. അത് എത്ര സമീപത്തെന്നോ എത്ര ദൂരത്തെന്നോ നിങ്ങൾ അറിയുകയില്ല. അതിൻ്റെ വേഗമേറിയ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാകും, ശബ്ദവും കേൾക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരുങ്ങിയിരിക്കുക. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ സഹനം സന്തോഷത്തോടെ സ്വീകരിച്ചവരാണ് തിരുസഭയിലുള്ള വിശുദ്ധരെന്ന് ചിന്തിക്കുന്നു. വാക്കിൽ മാറാനാത്ത കർത്താവായ യേശുവേ വരണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ഈശോയുടെ 2ാം വരവിനെ ഓർത്ത് കരുണ കാണിക്കും. ഉപേക്ഷ വരുത്താതെ ആരെയും ഞാൻ കുറ്റം പറയുകയില്ല. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ആരാധന
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാധികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേദനകളും വിഷമങ്ങളും മുഴുവനും ഏറ്റെടുത്ത് അപ്പായുടെ രണ്ടാം വരവനായിട്ട് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാധികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധ ആരാധനയില് 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, ദൈവിക പുണ്യങ്ങളാൽ നമ്മളെല്ലാവരും നിറയപ്പെടാൻ വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണം. 17 ദിവസമാകുമ്പോഴും പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, പുണ്യം മാത്രം അഭ്യസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശുശ്രൂഷ പങ്കുചേരാൻ പറ്റുന്നുണ്ട്, കുറച്ചൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് പുണ്യങ്ങൾ സമ്പാദിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. അതെപ്പോഴും തടസ്സമാകുക, ഞാൻ മറന്നു പോകുന്നൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസം, ദൈവസ്നേഹം, ദൈവശരണം, ക്ഷമ, എളിമ, വിശുദ്ധിയിൽ നിലനിൽപ്പ്, അനുസരണം, ഈ പുണ്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. നമുക്ക് ജനിക്കണം ഇത് നമ്മുടെ ഉള്ളിൽ. ഏതൊരു പ്രവൃത്തിയും ഈശോയുള്ള സ്നേഹം കൊണ്ടൊന്ന് ചെയ്യാനുള്ളൊരു കൃപ കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും എളിമയോടെ ചെയ്യാൻ കിട്ടണം. ഒരു ത്യാഗം സഹിക്കാനുള്ളൊരു കൃപ കിട്ടണം. അപ്പൊ ഞങ്ങൾക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഞങ്ങൾക്കൊരു ശക്തി തരണം, ഞങ്ങളെ അതിനെ പഠിപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവിക പുണ്യങ്ങളാൽ നിറയപ്പെടാം. ആ പുണ്യം അഭ്യസിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടാനായിട്ട് അമ്മയോട് ചേർന്ന് എല്ലാവരും ചേർന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ 2 ഹൃദയത്തിലേക്ക് ചേർത്ത് ഈശോയെ നോക്കാം. നമുക്ക് മനസ്സിലാക്കിക്കേ, നമുക്കാർക്കും അറിഞ്ഞുകൂടാ എന്നാ ഈശോയുടെ വരവെന്ന്. പക്ഷെ ഈശോ പരിശുദ്ധി അമ്മയിലൂടെ വെളിപ്പെടുത്തുന്ന ചില ആത്മീയ രഹസ്യങ്ങളുണ്ട്. ഈശോ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പരിശുദ്ധി അമ്മ മഹത്വപൂർണയായി വെളിപ്പെടും എന്നുള്ളൊരു സത്യം. ഈശോയുടെ വരവിന് മുമ്പ് മുന്നോടിയായിട്ട് പരിശുദ്ധി അമ്മ ലോകം മുഴുവനും അറിയപ്പെടാൻ തുടങ്ങുമെന്നുള്ളൊരു സത്യം. ഈശോയുടെ വരവിന് മുമ്പ് പരിശുദ്ധി അമ്മ യുഗാന്ത്യ സഭയെ മുഴുവനും ഒരുക്കുമെന്നുള്ളൊരു സത്യം. പരിശുദ്ധി അമ്മ അന്ത്യകാലഘട്ടത്തിൽ മഹാവിശുദ്ധരെ രൂപപ്പെടുത്തുമെന്നൊരു സത്യം. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ അടയാളമായിട്ട് പരിശുദ്ധി അമ്മ ലോകത്ത് കടന്നു വരുമെന്നൊരു സത്യം. നമ്മൾ ഈ നിമിഷം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അമ്മയുടെ കുഞ്ഞാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ഇതിന്റെ ചില അടയാളങ്ങളുടെ ആരംഭം ലോകത്ത് കണ്ടിട്ടും ഇത് വിശ്വസിക്കാനോ തിരിച്ചറിയാനോ അതിനെ ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം മക്കളെ, നമുക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധി അമ്മയുമായിട്ടൊരു ബന്ധം ആഴത്തിൽ ഇല്ലാതെ പോയതാണ്. നമുക്ക് പ്രാർത്ഥന കാണും, ചിലപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ അമ്മയെ ആശ്രയിക്കാറൊക്കെ ഉണ്ട്. അത് വേണം മക്കളെ. പക്ഷെ അതിനേക്കാളും ഉപരി അമ്മയെ ആഗ്രഹിക്കുന്ന, ഈശോ ആഗ്രഹിക്കുന്ന എൻ്റെ അമ്മയുമായിട്ടൊരു ബന്ധം. കാരണം നമ്മൾ മക്കളാ, നമ്മൾ കുഞ്ഞുങ്ങളാ. ആരുടെ? അമ്മയുടെ. ഒരു നിമിഷം പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോ എവിടെ എഴുന്നള്ളിയിരിപ്പുണ്ടോ തൊട്ടു മുമ്പില് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധി അമ്മ മാതാവ് മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ അപേക്ഷകൾ മുഴുവൻ അമ്മ മാതാവ് ഒരു കൈയിലൂടെ സ്വീകരിച്ച് മറു കൈയിലൂടെ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈശോയുടെ വലിയൊരു കൊതിയാ, ഈ ആരാധിക്കുന്ന മക്കൾ മുഴുവനും അമ്മയുടെ കുഞ്ഞാകണം, അമ്മയുടെ മക്കളാകണം. നിമിഷം അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മേ
എനിക്ക് അമ്മയുടെ കുഞ്ഞായി ജീവിക്കാൻ, അമ്മയുടെ മകനും മകളുമായിട്ട് ജീവിക്കാൻ എനിക്കൊരു കൃപത അമ്മേ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അമ്മയോട് സംസാരിക്കാൻ, അമ്മയുമായിട്ടൊരു ഗാഢ ബന്ധമുണ്ടാകാൻ, അമ്മയുടെ പൊന്നോമനയായി തീരാൻ എനിക്കൊരു കൃപത അമ്മേ. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നുള്ള ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർന്ന് അമ്മേ, ഈശോയിൽ നിന്നും എനിക്ക് ഈ കൃപയൊന്ന് വാങ്ങിച്ചു തരണം. എനിക്ക് അമ്മയുടെ കുഞ്ഞായി ജീവിക്കാൻ, അമ്മയെ ഒത്തിരി സ്നേഹിക്കാൻ, അമ്മയുടേതായി മാറാൻ, അമ്മയുടെ ഹൃദയത്തിലോട് ചേർന്നിരിക്കാൻ, അമ്മയോട് എപ്പോഴും സംസാരിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ, അമ്മേ നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ, അമ്മേ നീ എൻ അഭയമല്ലേ. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയുടെ നേരെ നോക്കാം. രക്ഷയുടെ സമയം ഈ സമയമാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കൊതിച്ചാൽ കിട്ടില്ല. പരിശുദ്ധി അമ്മ മാതാവ് ഈ രക്ഷയുടെ സമയത്തിന്റെ ആരംഭവും പൂർത്തീകരണവും അമ്മയാ. നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലൊരു മാർഗമാ മക്കളെ ഈ പരിശുദ്ധി അമ്മ. അമ്മയോട് ചേർന്നാൽ ആ വ്യക്തിയെ അമ്മ രക്ഷിക്കും, ആ വ്യക്തിയെ അമ്മ വിശുദ്ധീകരിക്കും. അമ്മ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കും, വിശുദ്ധി കൊണ്ട് നിറയ്ക്കും, ധൈര്യം കൊണ്ട് നിറയ്ക്കും, തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ശക്തി നൽകും, അഭിഷേകം നൽകും, കൃപ നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരു വിശുദ്ധയായി വിശുദ്ധനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് മാറ്റും മക്കളെ. അവസാന കാലഘട്ടത്തിൽ മഹാവിശുദ്ധ രൂപപ്പെടുന്ന പോലെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശുദ്ധയും വിശുദ്ധനുമായി തീരാൻ നമുക്ക് പരിശുദ്ധി അമ്മ മാതാവ് കൃപ തരും. നമുക്ക് ആ കൃപ വേണ്ടേ മക്കളെ? ഒരു നിമിഷം കൂടി പരിശുദ്ധി അമ്മയുടെ മുന്നിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞ, അമ്മേ എനിക്കൊരു കൃപത, ഞാൻ ഈ പാപത്തിന്റെ ചെളിക്കുഴിയിലാമേ, തിന്മയുടെ ചെളിക്കുഴിയിലാമേ, എനിക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ട്. രക്ഷപ്പെടാനുള്ള ഈ സമയത്ത് ഞാൻ പലപ്പോഴും മറുതലിച്ച് നിൽക്കുക, എനിക്ക് പലപ്പോഴും എതിരാ, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അമ്മേ. എന്നെ ഈശോയിലേക്കൊന്ന് അടുപ്പിക്കാമോ അമ്മേ? എന്നെ ഒന്ന് ഒരുക്കാമോ അമ്മേ? എനിക്ക് യഥാർത്ഥ ജ്ഞാനം താമേ, സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കൃപ, ഒരു ശക്തി, ഒരു ജ്ഞാനം എനിക്ക് താമേ. എന്റെ ബുദ്ധിയിലെ അന്ധകാരം ഒന്ന് എടുത്തു മാറ്റമ്മേ. ഒരു നിമിഷം അമ്മയോട് പറഞ്ഞ, അമ്മേ വിശുദ്ധി എനിക്ക് വേണം. പ്രത്യേകിച്ച് ഈ പാപബന്ധനങ്ങൾ എന്നെ തൊടാതിരിക്കാൻ എന്റെ ശരീരത്തിനൊരു വിശുദ്ധിത, എന്റെ മനസ്സിനൊരു വിശുദ്ധിത, എന്റെ കണ്ണിനൊരു വിശുദ്ധിത, എന്റെ നാവിനൊരു വിശുദ്ധിത, എന്റെ ചിന്തകൾക്കൊരു വിശുദ്ധിത അമ്മേ. അമ്മ ഞാൻ പലപ്പോഴും പതറിപ്പോകുന്ന വ്യക്തിയാ. കർത്താവിന്റെ മുന്നിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളോട് വിശ്വസ്തത കാണിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാ ഞാൻ. പലപ്പോഴും എനിക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാ. എനിക്കൊരു ധൈര്യം താമേ. അവസാന കാലഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ, സ്നേഹിക്കാൻ ഒരു കൃപ താമേ, ഒരു ശക്തി താമേ. വലിയൊരു ചൈതന്യത്തിനും കൃപയ്ക്കും വലിയൊരു ദൈവിക ജ്ഞാനത്തിനും വിശുദ്ധിക്കും വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു ആഗ്രഹം പരിശുദ്ധി അമ്മയോട് നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സകല മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.
പ്രാർത്ഥിച്ച മക്കളെ, കൃപ വേണം, കൃപ വേണം, കൃപ വേണം യേശുവേ, നിൻ കൃപ വേണം. കൃപയില്ലെങ്കിൽ ഞാനില്ല, ഞാനെന്താണോ കൃപയാണ്. കൃപ വേണം, കൃപ വേണം യേശുവേ, നിൻ കൃപ വേണം. നിമിഷം കൂടി പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയിൽ 10,000 പങ്കുചേരുന്നുണ്ട്. ഈ നിമിഷം നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെ, പക്ഷെ നിങ്ങൾക്ക് ഈ നിമിഷം സമർപ്പിക്കാൻ പറ്റും. അമ്മയുടെ വിമല ഹൃദയം വഴി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ച് ഇന്നത്തെ ഈ പ്രഭാതം തൊട്ട് ഈ സമയം വരെ അവരുടെ ജീവിതത്തിൽ അവരുടെ വേദന, വിഷമം, കഷ്ടപ്പാട്, അധ്വാനം, പ്രാർത്ഥനകൾ, ബലിയർപ്പണം, അവരുടെ നന്മ പ്രവൃത്തി, പുണ്യപ്രവൃത്തി, കാരുണ്യ പ്രവൃത്തികൾ എല്ലാം ഈ നിമിഷം ഈ കൂട്ടായ്മയിലുള്ള മുഴുവനും മക്കളെ ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ, ഈ കൂട്ടായ്മ അമ്മയുടെ കൂട്ടായ്മയാണ്. അമ്മ ഉയർത്തണം, അമ്മ ഒരുക്കണം, അമ്മ പഠിപ്പിക്കണം, അമ്മ വളർത്തണം. പരിശുദ്ധാത്മാവിനാൽ ഈ മക്കളെ മുഴുവനും നിറയ്ക്കണം. പുതിയ ചൈതന്യത്താൽ നിറക്കണമേ എന്നുള്ള ആഗ്രഹം, പുതിയ ശക്തിയാൽ നിറക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയല്ല, ഈ കൂട്ടായ്മയിലുള്ള മുഴുവനും മക്കൾക്ക് വേണ്ടി അമ്മ മാതാവിന്റെ പരിചാരകരായി തീരുന്ന അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്ന ഓരോ മക്കൾക്ക് വേണ്ടി അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാനുള്ള കൃപ അവർക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ഈശോയേ, ആരാധന, 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 ആരാധന. കൃപ വേണം, കൃപ വേണം യേശുവേ, നിൻ കൃപ വേണം. കൃപ വേണം, കൃപ വേണം യേശുവേ, നിൻ കൃപ വേണം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഏറ്റവും സ്നേഹമുള്ള മക്കളെ, ഇപ്പൊ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പുണ്യങ്ങൾ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഈ കാണിക്കുന്ന പുണ്യങ്ങൾ മുഴുവനും നന്നായിട്ട് ശ്രദ്ധയോടെ വായിക്കുക. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ: വിചാരത്തിൽ സഹനം സന്തോഷത്തോടെ സ്വീകരിച്ചവരാണ് തിരുസഭയിലുള്ള വിശുദ്ധരെന്ന് ചിന്തിക്കുന്നു. വാക്കിൽ മാറാനാത്ത കർത്താവായ യേശുവേ വരണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ഈശോയുടെ 2ാം വരവിനെ ഓർത്ത് കരുണ കാണിക്കും. ഉപേക്ഷ വരുത്താതെ ആരെയും ഞാൻ കുറ്റം പറയുകയില്ല. ഇത് ജീവിതത്തിൽ അഭ്യസിക്കണം. നമ്മൾ വായിച്ചിട്ട് കടന്നു പോകരുത്. ഇത് നാളത്തെ ദിവസം മുഴുവനും, നാളെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരുന്നിടം വരെ ഇത് അഭ്യസിക്കണം. അതിനുവേണ്ടി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം നേടി
നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും നീ ഉപേക്ഷിച്ചായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദൈവമുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയാ ഞാൻ നിന്റെ ദൈവയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ആമേൻ.